ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുജു സാഗറിനോട് പറയുന്നുണ്ട്, ശങ്കർ മോഹന്റെ പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ലേ സാഗറിന് വരാൻ പറ്റൂ, പിന്നെ ഓഫീസ് കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പോവാൻ കൃപയുടെ അടുത്തേക്ക്, സാഗർ എല്ലാം പൂർത്തിയാക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ സുജു നേരത്തെ തന്നെ പോയിക്കോ എന്ന് പറയുന്ന സമയത്ത് സുജു പറയുന്നുണ്ട്, എന്താ സാഗർ ഇങ്ങനെയൊക്കെ പറയുന്നത്, മനസ്സിനൊരു സമാധാനവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോവണമെന്ന് പറഞ്ഞത്. കൃഷാണെങ്കിൽ അന്ന് ഇവിടുന്ന് വഴക്കുണ്ടാക്കി പോയതാണ്, പിന്നീട് വിളിച്ചിട്ട് പോലുമില്ല. കൃപയാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്, അവളുടെ കാര്യവും എന്തായിന്നറിയില്ല. എല്ലാ കാര്യങ്ങളും ജയ്മോഹനെ ഏൽപ്പിച്ചു വന്നതുകൊണ്ട് കാര്യമായില്ലല്ലോ. ജയ്മോഹൻ എന്ത് വിചാരിക്കും, നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ടാണെന്ന് സുജു പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, ജയ്മോഹൻ തന്നെയല്ലേ കൃപയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നമ്മളെ അയച്ചത്, അതുകൊണ്ട് നീ ആ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ തുടരുന്നത് ഒരു കാര്യത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ആ ലാലി എന്ന നഴ്സ് വന്നില്ലേ, ഇവരെ കുറിച്ച് അറിയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല ആ ഷൺമുഖദാസ് വക്കീൽ ഒരു ഭീഷണി പോലെ എവിടെയോ മറിഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടട്ടെ സുജു, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ജർമ്മനിയിലേക്ക് പോവാമെന്ന് സാഗർ സുജുവിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനസ വരുന്നത്. മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്റെ നാടകം തുടങ്ങാമെന്ന് പറഞ്ഞ് സാഗറിനെ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തുപോയി ഇരിക്കുകയാണ്. എന്നിട്ട് സാഗറിന്റെ കാലു പിടിച്ച്, അങ്കിൾ എനിക്ക് മാപ്പ് തരണം, എനിക്കറിയാം മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല, പക്ഷെ അന്നത്തെ ആ ദിവസം എനിക്ക് ഭ്രാന്ത് എടുത്ത പോലെയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കൃഷിനെ കൺമണിയുടെ കൂടെ എന്നും കാണുമ്പോൾ എന്റെ സമനില ആകെ തെറ്റി. കൃഷിനെ അവളിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റിയാൽ മതിയെന്ന ചിന്ത വന്നു. അതിനു വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ റെയ്ഡ് എന്ന ആ സാഹചര്യം ഞാൻ ഒരുക്കിയത്. ഇതിനെല്ലാം എനിക്ക് അങ്കിള് മാപ്പ് തരണമെന്ന് മാനസ വളരെ സഹായതയോടുകൂടി സാഗറിനോട് പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, മോളെ ഞങ്ങളെ സംബന്ധിച്ച് നീ തന്നെയാണ് കൃഷിന്റെ ഭാര്യ, ഇനി അതിലൊരു മാറ്റവുമില്ല. ഞങ്ങളുടെ കൃപമോളെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീയും. പക്ഷേ ഓഫീസ് കാര്യത്തിൽ വരുത്തിയ വീഴ്ച അതിന് ആരായാലും ശരി നടപടി എടുത്തേ മതിയാവൂ. ബന്ധുത്വം നോക്കി കണ്ണടച്ചാൽ അത് ഓഫീസിലെ എല്ലാത്തിനെയും ബാധിക്കും. നീ അത് മനസ്സിലാക്കണമെന്ന് സാഗർ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്കിൾ എന്ന്. പിന്നീട് സുജു പറയുന്നുണ്ട്, മോള് കൺമണിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. കൃഷി ഇവിടെ വന്ന് തർക്കിച്ചതും വഴക്കുണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതുമെല്ലാം ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിനുള്ള ദേഷ്യത്തിലാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ഈ കൃഷിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ മരുമോൾ നീ തന്നെയായിരിക്കും, അതിലിഞ്ഞൊരു മാറ്റവുമില്ലെന്ന് സുജു മാനസിയോട് പറയുമ്പോൾ മാനസിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. പിന്നീട് മാനസ സാഗറിനോടും സുജുവിനോടും പറയുന്നുണ്ട്, കൺമണിയെ നമ്മൾ നിസാരമായി കാണരുത്. കൃഷിനോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നല്ല കാണിക്കുന്നത്, അലികയിലും ഇവിടത്തെ സ്വത്തിലും ഈ വീടിനെയൊക്കെ കണ്ണുവെച്ചിട്ടാണ് അവള് കൃഷിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുതെന്ന് മാനസ പറയുന്ന സമയത്ത് സുജു പറയുന്നുണ്ട്, അതാലോചിച്ച് പേടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ മരുമോളായി വരാൻ പോകുന്നത് നീ തന്നെയാണെന്ന് മനസ്സിയോട് സുജു പറയുന്നുണ്ട്. അപ്പോഴാണ് സാഗറിന്റെ ഫോണിലേക്ക് ദേവ്ജി വിളിക്കുന്നത്. എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട്, സാഗർ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ അതേ ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ സാഗർ എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരണം, ശങ്കർ മോഹനുള്ള ഡിസൈൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് ദേവ്ജി പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, കൺമണി ഇത്ര പെട്ടെന്ന് ഡിസൈൻ പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, അതേ പൂർത്തിയാക്കി, മഹി അത് വാങ്ങാനായി പോയിരിക്കുകയാണ്, ഡിസൈനും വാങ്ങി തിരിച്ചു വരുന്നുണ്ട്, മണിക്കൂറിനുള്ളിൽ മഹി ഇവിടെ എത്തും, താൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, താനത് നോക്കി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ശങ്കർ മോഹൻ അത് അയക്കാം. ശങ്കർ മോഹൻ ഈ ഡിസൈനിന് വേണ്ടി താല്പര്യത്തോടെ കാത്തിരിക്കുകയാണെന്ന് ദേവ്ജി പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എടി ദേവ്ജി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് സാഗർ റെഡിയാവാനായി റൂമിലേക്ക് പോവുകയാണ്. സുജും സാഗറിന്റെ കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഡിസൈൻ എത്തിയാലല്ലേ നിങ്ങൾ അത് അപ്രൂവ് ചെയ്യൂ, അതിലും ഓഫീസിലേക്ക് ആഞ്ഞു പിടിച്ച് ചെല്ല്, ആ ഡിസൈൻ അവിടെ എത്തുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം മഹി ഡിസൈനുമായി വരുന്ന സമയത്ത് പോലീസുകാർ മഹിയുടെ വണ്ടി തടയുകയാണ്. മഹിയോട് പറയുന്നുണ്ട്, ഇറങ്ങടോ വണ്ടിന്ന്, ഞാൻ പോയി SI സാറെ കാണ്, വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മഹിയൊപ്പം പറയുന്നുണ്ട്, ചെക്ക് ചെയ്തോളൂ, പക്ഷെ എനിക്ക് വേഗം തന്നെ പോവണം, തന്നെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് മഹി പറയുമ്പോൾ അങ്ങോട്ടേക്ക് അനിരുദ്ധ് സാർ വരികയാണ്. അനിരുദ്ധ് സാർ അവിടെയുള്ള പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവമെന്ന്. അപ്പൊ അതിലൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഒരു ന്യൂസ് കിട്ടി, ഈ വണ്ടികൾ ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്ന്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. അനിരുദ്ധ് സാർ അപ്പൊ മഹിയോട് തട്ടിക്കേറുന്നുണ്ട്, ഇത്ര കാലമായിടാ നീ ഇത് തുടങ്ങിയിട്ട്, ഇവിടെ ഇതിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. മഹി അപ്പൊ പറയുന്നുണ്ട്, സാറേ എന്നെ മനസ്സിലായില്ലേ, ഞാൻ അലിഗയിലെ സ്റ്റാഫാണ് എന്നൊക്കെ മഹി പറയുന്ന സമയത്ത് അനിരുദ്ധ് സാറ് മഹിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മഹിയുടെ കഴുത്തിൽ പിടിക്കുകയാണ്. എന്നിട്ട് കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, സാറി ഒന്ന് നിർത്ത്, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എന്റെ
അവന്റെ വണ്ടിയിൽ ഡ്രഗ്സ് ഒന്നുമില്ല. അവൻ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് ഒക്കെ നോക്കുന്ന ആളാണ്. സിഗരറ്റ് പോലും വലിക്കാറില്ല. നിങ്ങൾ വേണമെങ്കിൽ വണ്ടി ചെക്ക് ചെയ്തോ, പക്ഷെ എനിക്ക് എത്രയും വേഗം പോകണമെന്ന് മഹി പറയുന്ന സമയത്ത് അനിരുദ്ധ് സാർ അവിടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വണ്ടി ചെക്ക് ചെയ്യ്, ഞാൻ കമ്മീഷണറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അനിരുദ്ധ് സാർ. നിന്നുകൊണ്ട് അനിരുദ്ധ് സാർ മാനസയെ വിളിക്കുന്നുണ്ട്. മാനസ, അനിരുദ്ധ് സാർ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാർ പറയുന്നുണ്ട്, മഹിയെ ഞങ്ങൾ ഇവിടെ തടഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അവന്റെ ആ കാറിനുള്ളിൽ ഡിസൈൻ ഉണ്ടാവും. ഒരു ട്യൂബ് കണ്ടെയ്നറിലാണ് ഡിസൈൻ കൊണ്ടുവരാറ്. സാധാരണ അതിലാണ് ഡിസൈൻ കൊണ്ടുവരാറുള്ളത്. ഡിസൈൻ എടുത്തിട്ട് അവനെ പെട്ടെന്ന് വിടരുത്. മാനസ പറയുമ്പോൾ അനിരുദ്ധ് സാർ പറയുന്നുണ്ട്, അവനെ ഒരു ദിവസം സ്റ്റേഷനിൽ ഇരുത്താമെന്ന് പറയുമ്പോൾ ശരി, ഡിസൈൻ എടുത്തിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് മാനസ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അനിരുദ്ധ് സാറ് മഹിയുടെ കാറ് പരിശോധിക്കുകയാണ്. മാനസ പറഞ്ഞതുപോലെ തന്നെ ട്യൂബ് കണ്ടെയ്നറിൽ നിന്നും ആ ഡിസൈൻ കിട്ടുന്നുണ്ട്. അനിരുദ്ധ് സാറിന് അത് കൈക്കലാക്കി അനിരുദ്ധ് സാറ് മഹിയോട് പോയി ഇതെന്താടോ, ഇതിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മഹിയൊപ്പ പറയുന്നുണ്ട്, അത് ക്ലൈന്റിനുള്ള ഒരു ഡിസൈനാണ്, വേണമെങ്കിൽ പരിശോധിച്ചോ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവനെ സ്റ്റേഷനിൽ എത്തിക്കുക എന്ന് പറയുകയാണ്. പിന്നീട് അനിരുദ്ധ് സാറ് വീണ്ടും മാനസയെ വിളിക്കുന്നുണ്ട്. മാനസ എന്തായി എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ഏറ്റാൽ അത് ചെയ്യാതിരിക്കുവോ? സൈൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാനസ ചോദിക്കുന്നുണ്ട്, സാർ മഹിക്ക് സംശയമൊന്നുമില്ലല്ലോ, എന്റെ പുറകിൽ ഞാനാണെന്ന് അവന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, ഒരു സംശയവുമില്ല, പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. മാനസയപ്പോ താങ്ക് യു സാർ, നമ്മുടെയൊക്കെ പൊതു ശത്രുവാണ് കൺമണി, അവളുടെ വീഴ്ച കാണേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചു. നീ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഈ ഡിസൈൻ അലിഗയിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഞാൻ ഓഫീസിലെ സ്റ്റാഫ് ശ്രീദേവിയെ വിളിച്ച് ഇതൊന്ന് അലേർട്ട് ചെയ്യട്ടെ, അതായിരിക്കും സാറിൽ നിന്നും ഈ ഡിസൈൻ വാങ്ങുന്നതെന്ന് മാനസ പറയുന്നുണ്ട്. അല്ലെ ഞാൻ വിളിച്ചിട്ട് സാറിന് അവളുടെ നമ്പർ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് മാനസ ഫോൺ കട്ട് ചെയ്യുകയാണ്. ശേഷം പോലീസുകാരെല്ലാരും കൂടി മഹിയെ പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിൽ കയറ്റാൻ നോക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ ഇതിലെന്തോ ചതിയുണ്ടെന്ന് മനസ്സിലാക്കി വേഗം തന്നെ ഫോൺ എടുത്ത് ദേജിയെ വിളിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാര് മഹിയുടെ ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. പിന്നീട് മാനസ ശ്രീദേവിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീദേവിയോട് പറയുന്നുണ്ട്, കൺമണിയുടെ ഡിസൈൻ അല്ല, ഇത് നിന്റെ ഡിസൈനാണ് ശങ്കർ മോഹൻ അയക്കാൻ പോകുന്നത്. കൺമണി വരച്ച ഡിസൈൻ ഇന്ന് അവിടെ എത്തില്ല. ശങ്കർ മോഹൻ അയക്കാൻ പോകുന്നത് ശ്രീദേവി ചെയ്ത ഡിസൈനാണ്. കൺമണി വരച്ച ആ ഡിസൈൻ ഇന്ന് ഞാൻ ശ്രീദേവിയുടെ കൈകളിൽ എത്തിക്കും. ഇങ്ങനെ ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ശ്രീദേവി ആ ഡിസൈൻ കിട്ടുമ്പോൾ ശ്രീദേവിയുടേതാണെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യണം. ശങ്കർ മോഹന്റെ മീറ്റിംഗിൽ എല്ലാവരും ശ്രീദേവിയെ കളിയാക്കിയതല്ലേ, ഇതിന്റെ വാശിക്ക് വേണ്ടി താൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് ഈ ഡിസൈൻ എന്ന് അവിടെ എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് മാനസ ശ്രീദേവിയോട് പറയുന്നുണ്ട്. ദേവി അപ്പോ ശരി മേഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ാണ്. ഇതിനുശേഷം കൺമണി വളരെ മൂഡ് ഔട്ട് ആയിക്കൊണ്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത്. കൃഷി എന്നിട്ട് കൺമണിയോട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കൺമണിയൊപ്പം പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല സാർ, എനിക്ക് എന്തോ ഒരു പേടി പോലെ, ഒരു കുഴപ്പമില്ലാതെ ഡിസൈൻ അലിഗയിൽ എത്തിയാൽ മതിയായിരുന്നു എന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, കേണൽ സാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ കൺമണി ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് കൃഷി പറയുന്നുണ്ട്. കൺമണിയൊപ്പം ചോദിക്കുന്നുണ്ട്, സാഗർ സാർ എന്റെ ഡിസൈൻ അംഗീകരിക്കുവോ? സാറിന് എന്നോട് ഇപ്പോൾ വളരെ ദേഷ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, 100% അച്ഛൻ ഈ ഡിസൈൻ അംഗീകരിക്കും. കാര്യത്തിലൊക്കെ അച്ഛൻ 100% പ്രൊഫഷണൽ ആണെന്ന് കൃഷി പറയുമ്പോ കൺമണി ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ആ പേടി വേണ്ടല്ലേ സാർ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, ഇതോടെ ചിലപ്പോ കൺമണിയോടുള്ള പിണക്കമെല്ലാം അച്ഛൻ മറക്കും. ചിലപ്പോ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഡിസൈൻ ആയിരിക്കും ഇത്, നമ്മുടെ കല്യാണം തന്നെ തീരുമാനിച്ചേക്കും ഈ ഡിസൈൻ കൊണ്ട് എന്ന് കൃഷി പറയുന്ന സമയത്ത് കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് സാഗർ അലിഗയിൽ എത്തുന്നുണ്ട്. ദേജിയെ കണ്ടിട്ട് മഹി എത്തിയെന്ന് ചോദിക്കുമ്പോൾ ദേജി പറയുന്നുണ്ട്, എത്തിയിട്ടില്ല, പക്ഷെ വരേണ്ട സമയം കഴിഞ്ഞു, ഞാനൊന്ന് മഹിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ദേജി മഹിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഫോണ് എടുക്കുന്നില്ല മഹി. പിന്നെ വീണ്ടും ദേജി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഹിയുടെ കോള് കട്ടാവുകയാണ്. എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, മഹി ഫോൺ എടുക്കുന്നില്ല, ഇനി എന്തൊക്കെ തിരക്കിലാണെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഫോൺ എന്തായാലും എടുക്കാതിരിക്കില്ല എന്ന് ദേജി പറയുന്നുണ്ട്. അപ്പോ സാഗർ പറയുന്നുണ്ട്, ദേജി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൺമണിയുടെ മാത്രമല്ല ശ്രീദേവിയും ഇപ്പോ ഇവിടെ ചീഫ് ഡിസൈനർ ആയിട്ടുണ്ടല്ലോ, ശ്രീദേവിയോടും ഒരു ഡിസൈൻ വരയ്ക്കാൻ പറയാമായിരുന്നു എന്ന് സാഗർ പറയുമ്പോ ദേജി പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. സാഗർ എന്തായാലും വായു എന്ന് പറഞ്ഞിട്ട് ദേജി സാഗറിനെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീദേവി നിൽക്കുന്നുണ്ടാവും. ശ്രീദേവി എന്നിട്ട് മാനസയെ വിളിച്ച് പറയുന്നുണ്ട്, മാഡം സാഗർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഡിസൈൻ വരാനായി ഇവിടെ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട് മാഡം, മറ്റുള്ള സ്റ്റാഫുകളെ കൂടി വെച്ച് ഡിസൈൻ
ഡിസൈൻ വരപ്പിക്കാമായിരുന്നില്ലേ എന്ന് അഗസ ദേവ്ജിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനിയൊന്നും പേടിക്കാനില്ല എന്ന് ശ്രീദേവി പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അതെ, അപ്പൊ പിന്നെ ഇനി ധൈര്യമായിട്ട് അത് സബ്മിറ്റ് ചെയ്യാമല്ലോ. 10 മിനിറ്റിനുള്ളിൽ തന്നെ നിന്റെ കയ്യിൽ ഡിസൈൻ എത്തും. അടുത്തുള്ള ജംഗ്ഷനിലേക്ക് നീ പോയാ മതി, അവിടെ നിന്റെ കയ്യിൽ ഡിസൈൻ എത്തുമെന്ന് മാനസ ശ്രീദേവിയോട് പറയുന്നുണ്ട്. പിന്നീട് മാനസ അനിരുദ്ധ് സാറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സാർ, അടുത്തുള്ള ആ ജംഗ്ഷനിലെ അലിഗയുടെ അടുത്തുള്ളത്, അവിടെ ശ്രീദേവി എത്തും. ശ്രീദേവിയുടെ കയ്യിൽ സാറ് ആ ഡിസൈൻ എത്തിച്ചാ മതിയെന്ന് പറയുകയാണ്. ഇന്നെന്തായാലും വിടണ്ട, സ്റ്റേഷനിൽ ഒരു ദിവസം ഇരുത്തണമെന്ന് മാനസ അനിരുദ്ധ് സാറിനോട് പറയുന്ന സമയത്ത് അനിരുദ്ധ് സാറ് പറയുന്നുണ്ട് ഓക്കെ മേഡം, ഞാനത് ഏറ്റു, എന്ത് കാര്യത്തിനും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് അനിരുദ്ധ് സാറ് പറയാണ്. പെട്ടെന്ന് അനിരുദ്ധ് സാറിന്റെ വണ്ടിയുടെ മുന്നിൽ ബൈക്കുമായി 2-3 ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. അനിരുദ്ധ് സാറ് അപ്പൊ മാനസിയോട് പറയുന്നുണ്ട് മേഡം 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി ആരാണെന്ന് നോക്കുകയാണ്. കരീം സാഹിബിനെ കാണുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട് വണ്ടിയെടുത്തു മാറ്റടോ എന്ന് പറയുമ്പോൾ കരീം സാഹിബ് പറയുന്നുണ്ട് എന്തിനാണ് സാറേ പോലീസ് ഭാഷയൊക്കെ, സാറിനെ കാണരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വീണ്ടും നമ്മൾ തമ്മിൽ കാണേണ്ടി വന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ് കൺമണി. ആ കുട്ടി വരച്ച ഡിസൈൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കോ? കൺമണിക്കോ ഒരു ആപത്ത് വന്നാൽ ഞാനുണ്ടാവും ഇബിലീസിനെ പോലെ രക്ഷകനായി. അതുതന്നെ ഞാൻ സാറിന് ഒരു താക്കീത് തന്നതാണ് എന്നൊക്കെ കരീം സാഹിബ് അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം അനിരുദ്ധ് സാറിന്റെ ഫോണിലൂടെ മാനസ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മാനസയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ പ്ലാനുകളെല്ലാം തകർന്നുവെന്ന്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.